കാർത്തികപ്പള്ളി താലൂക്കിലെ ഗ്രന്ഥശാലകൾ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ലൈബ്രറിയന്മാർക്കായി രണ്ടാം ഘട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർത്തികപ്പള്ളി താലൂക്കിലെ ഗ്രന്ഥശാലകൾ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ലൈബ്രറിയന്മാർക്കായി രണ്ടാം ഘട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാർത്തികപ്പള്ളി IHRD കോളേജിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മുതൽ വടക്കോട്ട് 7 ജില്ലകളിലെ യോഗം തിരുവനന്തപുരത്ത് 12 പതിമൂന്ന് 14 തീയതികൾ നടന്നു. 28, 29, 30 തീയതികളിൽ വയനാട്ടിൽ വെച്ച് മറ്റൊരു യോഗം നടക്കുകയാണ്. ഈ 2 യോഗങ്ങൾക്ക് ശേഷം നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തന രംഗത്ത് കാതലായ മാറ്റം നൽകും. ഇന്നത്തെ നമ്മുടെ വിഷയം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് G. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി, വൈസ് പ്രസിഡന്റ് KK അനിൽകുമാർ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് TS താഹ, T. തിലകരാജ്, K. വിജയകുമാർ, റിസോഴ്സ് പേഴ്സൺമാരായ S. രാജേഷ്, സുധി കണ്ണൻ, അനീഷ എന്നിവർ പങ്കെടുത്തു. പുതിയ വിളയിലെ ലൈബ്രറി സെക്രട്ടറി ശ്രീ രാജേഷ് ആയിരുന്നു. രാജേഷും സുധിയും അവർ രണ്ടുപേരായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. അത് പൂർണ്ണമായിട്ടും അത് നമ്മുടെ ഒരു പുതിയ സംരംഭം എന്ന നിലയിൽ. കാർത്തികപ്പള്ളി താലൂക്കിലെ 84 ലൈബ്രറികൾ ജൂലൈ 15 മുമ്പ് ഡിജിറ്റലൈസ് ചെയ്യാനാണ് പദ്ധതി. CDNet ന്യൂസ്, കായംകുളം.